ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉത്സവത്തിന് കൊടിയേറാനായി. അതിനു മുമ്പുള്ള അഗ്നിപരീക്ഷ, ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റും കൂടി രേഖപ്പെടുത്തുക. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ബിഗ് ബോസ് അത് അവസാനിക്കാൻ 100 ദിവസ സമയമാണല്ലേ. എന്നാൽ ഇപ്രാവശ്യത്തെ അഗ്നിപരീക്ഷയും കൂടി എന്തായാലും 100 ദിവസത്തിന് മേലെ ഉണ്ടാവും ഈ ഒരു ഷോ. നമ്മൾ മലയാളികളുടെ കൺമുമ്പിലേക്ക് എത്തുന്ന ആദ്യത്തെ ദൃശ്യവിരുന്നാണ് ബിഗ് ബോസ് മലയാളം അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അത് കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. കാരണം തെലുങ്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷ കണ്ട അടിസ്ഥാനത്തിൽ മലയാളം ബിഗ് ബോസ് അഗ്നിപരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഞാനും. ഇന്ന് ബിഗ് ബോസിന്റെ ഒരു ഷോർട്ട് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഇനി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ ഒരു ആങ്കറായിട്ട് എത്തിയിരിക്കുന്നത് സെറീനയാണ്, നമ്മുടെ സീസൺ 5 ബിഗ് ബോസ് താരം. ഈ ഒരു അഗ്നിപരീക്ഷയുടെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് മത്സരാർത്ഥികൾ മാത്രമല്ല, അതിലിരിക്കുന്ന ജഡ്ജസ് കൂടിയാണ്. അതായത് റിയാസ്, രഞ്ജിനി, അഖിൽമാരാർ. ഇവർ തമ്മിലും അടിപിടിയും കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സീസൺ അത് മോശമാകാൻ സാധ്യതയില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റും കൂടി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.